പരമാവധി ഒരാളെ ആശ്രയിക്കാതിരിക്കുക. എന്നാൽ ആശ്രയിക്കൽ ഹറാമാണോ ചോദിച്ചാലോ ഹറാമല്ല. എന്നാൽ ഈ ആശ്രയത്തിന് അപ്പുറത്ത് ഖൽബ് അയാളുമായി ബന്ധപ്പെടുക അത് അതിനും പറ്റൂല. എഴുത്തിമാദ് റഹ്മാനായ റബ്ബിനോട് തവക്കുൽ അത് അള്ളാഹിനോട് മാത്രം. റബ്ബല്ലാത്ത ഒരു പടപ്പിലും തവക്കുൽ ഉണ്ടാകുമ്പോൾ ഖൽബ് അതിൽ എല്ലാം പോയി സമർപ്പിക്കാൻ പാടില്ല. നിങ്ങളില്ലെങ്കിൽ എൻ്റെ ഒന്നും ഉണ്ടാവില്ല അത് പറയാൻ പറ്റൂല. അയാൾ നിമിത്തം മാത്രമാണ്. അങ്ങനെ പൂർണ്ണമായും ഒരാളെ എല്ലാം കൊണ്ടുപോയി അയാളെ സമർപ്പിച്ചുകൊണ്ട് അയാളെ എല്ലാം ഫലമേൽപ്പിച്ചുകൊണ്ട് പോകുന്ന ശൈലി ഏതായിരുന്നാലും പാടില്ല. എന്നാൽ ഇവിടെ പറഞ്ഞ ഇദാ സഅൽത ഫസ്അലില്ല എന്ന് പറഞ്ഞത് ദുആ ആണ് ഉദ്ദേശം എന്നാണ്. ദുആ ആ ഗണത്തിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ. അപ്പൊ ഇദാ സഅൽത ഫസ്അലില്ല, നീ ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ നീ തേടുകയാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ റഹ്മാൻ റബ്ബിനോടാണ് നീ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് അതിൻ്റെ ഒന്നാമത്തെ ആശയം. അതാണ് നബി ഇമാം റഹിമഹുല്ലാഹ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് രണ്ട് തരത്തിൽ സഹായമുണ്ട്. സുമ്മ ഇൻകാനത്തിൽ ഹാജത്തുല്ലത്തി യസ്അലുഹാ, അവൻ ചോദിക്കുന്ന കാര്യമാണ് എങ്കിൽ എന്താണ്? അല്ലാഹു തആല അടിമകൾ കയ്യാൽ നടപ്പാക്കൽ പതിവുള്ള കാര്യമാണ്. മാ ജറൽ ആദത്തു ജറിയാലുഹാ അലാ ഐദി ഖൽഖില്ലാ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കയ്യാൽ അള്ളാഹു നടപ്പാക്കൽ പതിവുള്ള കാര്യമാണ് എങ്കിൽ അവിടെയും അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്. അതെന്താ? ഇവരെ ഖൽബ് പാകപ്പെടുത്താൻ. നമുക്കൊരു 10 രൂപ ആവശ്യമുണ്ട്, ഒരിടത്ത് കടം ചോദിക്കാൻ പോവാണ്. നല്ലതല്ല കടം ചോദിക്കൽ, എന്നാലും ഒരു അനിവാര്യ ഘട്ടം കടം ചോദിക്കാൻ പോയി. അവിടെയും അള്ളാഹുവിൻ്റെ തേട്ടമുണ്ട്. അതിലത്തെ പൈസ ഉണ്ട് ചോദിച്ചിട്ട് കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. അതിലത്തെ പൈസ ഉണ്ട് ചോദിച്ചിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. ഇനി ഉണ്ടെങ്കിലും അയാൾക്ക് തരാൻ പറ്റിയ സാഹചര്യം ആകണമെന്നില്ല. ഇനി തരാനുള്ള സാഹചര്യമാണ്, പൈസ ഉണ്ട്, പക്ഷെ അയാൾക്ക് എന്തോ തരാൻ തോന്നുന്നില്ല. നമ്മൾ തിരിച്ചു കൊടുക്കുമെന്ന് പേടി, ഞാൻ ചൊയ്പ്പാകുമെന്ന് പേടി. അപ്പം എന്തിനൊക്കെ തൽക്കാലം ഉപായം പറഞ്ഞിട്ട് അയാൾ പക്ഷെ തരാതിരിഞ്ഞ അതൊന്നുമല്ല, അയാൾ തരുന്നില്ല. അയാൾ അങ്ങനത്തെ മനുഷ്യൻ. നമുക്ക് ചില മനുഷ്യർ പറയല്ലോ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, പക്ഷെ ഒരാൾക്കും ഒരു ഉപകാരം ചെയ്യൂല എന്ന് പറയും. അപ്പം അയാളെ ഖൽബ് പാകപ്പെടണം, അയാൾക്ക് അത് അനുകൂലമായ സാഹചര്യമാവണം. നമുക്കും അത് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് തിരിച്ചടക്കാൻ കഴിയണം. അതിനൊക്കെ തൗഫീഖ് ഉണ്ടാകണം. ആ തേട്ടന്മാരോട് അള്ളാഹിനോട്. അപ്പം ഇയാൾക്ക് 10 രൂപ കടം ചോദിക്കാൻ പോകുമ്പോൾ പഠിച്ചോനെ ഇയാൾക്ക് പോവാൻ റബ്ബേ ഒന്ന് തരാളൊരു മനസ്സുണ്ടാക്കി കൊടുക്കണേ, അയാൾക്ക് സാഹചര്യം അനുകൂലമാക്കണേ, നമുക്ക് പ്രാർത്ഥിക്കാം. ആ തേട്ടം അള്ളാഹിനോട്. അപ്പം കാര്യകാരണ ബന്ധങ്ങളുടെ ഉള്ളിലുള്ള കാര്യമാണെങ്കിലും അവിടെയും ഉണ്ടൊരു തേട്ടം റബ്ബിനോട്. അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള കാര്യമാണ്. അതാണ് ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാലും അള്ളാഹാണ് ചോദിക്കാന്ന് പറഞ്ഞത്. ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ റബ്ബിനോട് തേടണം എന്ന് പറയാൻ കാരണം എന്താണ്? പഠിച്ചോലെ ഈ ചെരുപ്പൊന്ന് തുന്നി തരുമെന്ന് ചോദിക്കുന്നില്ലല്ലോ. ഈ ചെരുപ്പ് തുന്നി തരുമെന്ന് അള്ളാഹാണ് ചോദിക്കുകയാണെങ്കിൽ അത് അള്ളാഹിനെ പരിഹസിക്കലാണ്, റബ്ബിനെ പരിഹസിക്കലാണ്. റബ്ബിനെ പടപ്പ് കൊണ്ട് തുല്യം വന്നു. എന്നാൽ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ റബ്ബിനോട് ചോദിക്കുക എന്ന് പറഞ്ഞതോ അവിടെയും അള്ളാഹിന് തൗഫീഖ് ഉണ്ടാകണം. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ വരാൻ പാടില്ല. അവിടെ അവനെ കാര്യങ്ങൾ വൈക്ക് പോവുകയാണ്, അപ്പോഴാണ് ചെരുപ്പ് പൊട്ടിയില് പഠിച്ചോനെ ആകെ കുടുങ്ങിയാൽ എന്താ വെച്ച് കാട്ടുക? എല്ലാം മുടങ്ങുമല്ലോ, ട്രെയിൻ മിസ്സാവും, അല്ലെങ്കിൽ വണ്ടി മിസ്സാവും, മറ്റുള്ളപ്പോൾ എത്താൻ കഴിയില്ല, പ്രശ്നങ്ങൾ വരാം, ഒരുപാട് പ്രയാസങ്ങൾ വരാം. ഒന്നുമില്ലാതെ കാക്കണേ എന്ന് തേട്ടം അതിലുണ്ട്. അപ്പം ഏതു രംഗത്തുമുണ്ട് റബ്ബിനോട് തേട്ടമുണ്ട്. ആ തേട്ടം റബ്ബിനോടെ പാടുള്ളൂ. അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്ന് പറയുന്നത്. അഥവാ ഏതു കാര്യത്തെയും അല്ലാഹു തആല കാരണങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ നബി ഇമാം റഹിമഹുല്ലാഹ് രണ്ടും രണ്ടാക്കി വേർതിരിച്ച് പറയുന്നുണ്ട്. അർബഈൻ നബവിയുടെ വ്യാഖ്യാനത്തിൽ ഇമാം നബവിയുടെ 40 ഹദീസുകൾ, അതിൽ 19ാമത്തെ ഹദീസാണ് ഈ ഹദീസ്. അതിൻ്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം ഇത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഏത് വിഷയത്തിലും അള്ളാഹു വെച്ച സിസ്റ്റമാണ് കാര്യകാരണ ബന്ധം എന്ന്